ഇപ്പോൾ ഇത് ബഹിഷ്കരിച്ചിട്ട് ഇത് നടന്നില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ ആരാണ് കേൾക്കുന്നത്? ആരാണ് ഇതിന് പ്രതിവിധി കണ്ടുപിടിക്കുന്നത്? ഭരണകൂടത്തിനോട് സംസാരിക്കാനുള്ള ഒരു ഈ വേദി കിട്ടിയത് വലിയ കാര്യമാണ്. ഒരു വലിയൊരു അലിവും കരുണയും അതിൻ്റെ ഒരു വലിയൊരു രാഷ്ട്രീയം കൂടി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ പേര് നസീം മേലേത്തിൽ. ഞാൻ ടോക്കിയോയിലാണ്, ജപ്പാനിൽ നിന്നുള്ള ലോക കേരള സഭ അംഗമാണ്. ഇത് ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്നത്? അതെ, ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ചും ഞാൻ വിചാരിച്ചത് ഇത് കുറച്ചും കൂടിയൊക്കെ എന്താ പറയുക, കുറച്ചും കൂടിയും വളരെ സീരിയസും മുതിർന്നവർക്കൊക്കെയുള്ള അങ്ങനെയൊരു ചിന്തയായിരുന്നു. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഒരു അനുഭവം? എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു അനുഭവമാണ്. അപ്പം ഞാനിപ്പോൾ തന്നെ പറഞ്ഞുള്ളൂ അതായത് ഇപ്പം ഞങ്ങൾ പുറത്ത് പോയിട്ട് ജീവിക്കുന്ന ആൾക്കാർ പല കാരണങ്ങൾ കൊണ്ടാണല്ലോ പോണത്. അപ്പോൾ ഞാനിപ്പോൾ 2007 പോയതാണ് ഇവിടെ നിന്ന്. അപ്പം നമുക്ക് ചിലപ്പോൾ റേഷൻ കാർഡിലില്ല, നമ്മൾ പല ഇതിലും നമ്മളില്ല. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ പരമ്പരാഗത സ്വത്തുക്കൾ കിട്ടുന്നില്ല. അങ്ങനെ ഒരു ലിസ്റ്റിലും നമ്മളില്ല. പല സമയത്തും ഭയങ്കര ഒരു തമാശ ക്യാരക്ടേഴ്സൊക്കെ ആയിട്ടാണ് പുറത്തുള്ള ആൾക്കാരെ കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ചിലപ്പോൾ മലയാളത്തിലുള്ള ഒരു ഫ്ലുവൻസി ഒക്കെ നഷ്ടപ്പെട്ടിട്ട് അത് ഒരു ജാട കൊണ്ട് വരുന്നില്ല, അവിടെ ജീവിക്കുന്ന ഒരു കാരണം കൊണ്ട് വരുന്നതാണ്. അപ്പം അങ്ങനെ അത്തരത്തിലുള്ള ഞങ്ങളെ എനിക്ക് തോന്നുന്നു ലോകത്തിൽ വേറെ എവിടെ ഉണ്ടാവില്ല ഇങ്ങനെ ഒരു മാതൃക. അങ്ങനെയുള്ള ഞങ്ങളെ ഒരു സർക്കാർ, ഒരു ഗവൺമെൻറ് കേൾക്കാനും ഞങ്ങളെ ഇവിടുത്തെ ഒരു നിയമസഭയിലൊക്കെ കൊണ്ടുവന്നിരുത്തി ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും പുറത്തു പോയിട്ട് ഒരേ അവസ്ഥയിലല്ല. യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്, പലായനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം തന്നെ ധാക്കയിൽ നിന്നുള്ള ബംഗ്ലാദേശിലൊക്കെ ഉള്ളവരിപ്പം അവിടെ നിന്ന് ഒരു തിരിച്ചുള്ള ഒരു വരവിൻ്റെ ഇതിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യരെ, പല 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 വാക്കുകൾ നടക്കുന്ന മനുഷ്യരെ എനിക്ക് തോന്നുന്നു ഇതൊരു മുഴുവൻ കേരളം ആണ്. അപ്പം നിങ്ങൾ കേരളത്തിലുള്ള നിങ്ങളോട് ഇപ്പം ഞാൻ നിങ്ങൾ എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ കേരളം എന്ന് പറയില്ലല്ലോ. ഞങ്ങളാണ് ശരിക്കും കേരളത്തിൽ നിന്ന് പുറത്തു പോയവരാണ്, ഞങ്ങളാണ് കേരളം, മലയാളം എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളെ കേൾക്കാനും ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും മാത്രമല്ല, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള പിന്നെ ചർച്ചകൾ അതിലൊരു 90% നടപ്പിലാക്കി കഴിഞ്ഞു. അപ്പോൾ എനിക്കും വളരെ വലിയ പ്രതീക്ഷകളായിരുന്നു. നമുക്കും പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കും നേരിട്ട് പറയാനും അത്തരം ചർച്ചകളിൽ പങ്കെടുക്കാനും ഒക്കെയുള്ള ഒരു അനുഭവം, ഒരു വേദി കിട്ടി. അപ്പോൾ പ്രത്യേകിച്ചും നമ്മൾ വളരെ അകലിൽ നിന്ന് കാണുന്ന ആൾക്കാരാണ്. ഇപ്പോൾ തോമസ് ഐസക് സാറിനെ പോലെയൊക്കെ ഉള്ളവരോടും എല്ലാവിധ ഒരുപാട് മന്ത്രിമാരും MLA-മാരും IAS-കാരും ഒക്കെ ഭരണകൂടത്തിനോട് സംസാരിക്കാനുള്ള ഒരു ഈ വേദി കിട്ടിയത് വലിയ കാര്യമാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ലോകം ഒരു വളരെ വലിയൊരു വലത് വ്യതിയാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭരണകൂടങ്ങൾ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ അടിച്ചമർത്തുന്ന കാലത്ത് നിങ്ങൾക്കുള്ളത് ഇതെനിക്ക് കേൾക്കണം എന്ന് പറയുന്നതിലുള്ള ഒരു വലിയൊരു അലിവും കരുണയും അതിൻ്റെ ഒരു വലിയൊരു രാഷ്ട്രീയം കൂടി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ലോക കേരള സഭ ഇനിയും തുടരണം, ഇനിയും പങ്കെടുക്കണം എന്നാണല്ലേ ആഗ്രഹം? ഞാൻ തീർച്ചയായിട്ടും പങ്കെടുക്കും. ഇത് തുടരണം, ഇത് ഇതുപോലെ നിലനിൽക്കണം. കാരണം അത്രയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം മരിച്ചാൽ നാട്ടിലേക്ക് ബോഡി കൊണ്ടുവരുന്നത് തൊട്ടിട്ട് നാട്ടിലുള്ള മനുഷ്യരുടെ, ഇപ്പം ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ വിഷമം, ഞങ്ങളുടെയൊക്കെ പാരൻസൊക്കെ ഇവിടെ വയസ്സായി ഒറ്റയ്ക്കാണ്. അപ്പം അങ്ങനത്തെ അവർക്കുള്ള ഇൻഷുറൻസുകൾ, ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു. അപ്പം ഇത് തുടരണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കൊരു ഇത് കിട്ടിയാൽ, ഞാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഇനിയും പങ്കെടുക്കും. അതുപോലെ തന്നെ ഈ ലോക കേരള സഭ ഇത് 5ാമത്തെ എഡിഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇതേ സമയം പുറത്ത് വലിയ തരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. അതൊരു വ്യക്തി അധിക്ഷേപത്തിലേക്ക്, ലോകസഭയിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ അടക്കം വ്യക്തി അധിക്ഷേപം ചെയ്യുന്ന രീതിയിലേക്ക് പുറത്തൊരു ചർച്ച നടക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചായിരുന്നോ? വലിയ തോതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്നാലും പ്രതിപക്ഷത്തിൻ്റെ ഒരു അഭാവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളും ബഹുമാനിക്കുന്ന ആൾക്കാരൊക്കെ അതിലുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു കേരളം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ മലയാളികൾക്ക്, നമ്മളൊരു മതനിരപേക്ഷമായിട്ടുള്ള മനുഷ്യരാണ് എപ്പോഴും. നിങ്ങളുടെ ജാതി ഏതാ, മതം ഏതാന്നൊക്കെ ബാക്കി സംസ്ഥാനങ്ങളെയൊക്കെ വെച്ച് നോക്കിയാൽ പ്രത്യേകിച്ചും. അപ്പോൾ അതിൻ്റെ അകത്ത് പല രാഷ്ട്രീയവും പല തരത്തിലുള്ള ജാതി മത പല നാടുകളിൽ നിന്ന് വരുന്ന മനുഷ്യരൊക്കെ ഉണ്ട്. അപ്പം ആളുകളുടെ ഇതിന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ വിവാദങ്ങളിലൊന്നും കഴമ്പില്ല. കാരണം ഇപ്പോൾ ഇത് ബഹിഷ്കരിച്ചിട്ട് ഇത് നടന്നില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ ആരാണ് കേൾക്കുന്നത്? ആരാണ് ഇതിന് പ്രതിവിധി കണ്ടുപിടിക്കുന്നത്? ഈ ചർച്ച, ഇതുപോലുള്ള വിമർശനങ്ങൾക്കൊന്നും ഈ സഭയിൽ ഒരു
വേദി ഇല്ല എന്നാണ് പറയാനുള്ളത് അല്ലേ? ഞാൻ ഒരാൾ പോലും അത് പറയുന്നതായിട്ട് കേട്ടില്ല. കാരണം ഇതിൻ്റെ അകത്ത് തന്നെ പല രാഷ്ട്രീയമൊക്കെ കൊണ്ട് നടക്കുന്നവരുണ്ടെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ അതിൻ്റെ അകത്തൊന്നും ആരും തന്നെ അങ്ങനെ പറയില്ല. മാത്രമല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾക്ക് നാട്ടിൽ അങ്ങനെ വോട്ടിംഗ് റൈറ്റ് പോലും ഇല്ല. അപ്പോൾ ആ തരത്തിൽ ഞങ്ങൾക്ക് പ്രിവിലേജ് കുറഞ്ഞ മനുഷ്യരാണ്. അത്തരത്തിലുള്ള മനുഷ്യരെ കേൾക്കുമ്പം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എല്ലാവരും കേൾക്കണമായിരുന്നു.